നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇന്നാണെങ്കിൽ നമുക്ക് പഴങ്കഞ്ഞി കുടിച്ചു നോക്കാം. പണ്ടൊക്കെ 90s കിഡ്സ് ഒക്കെ കൂടുതൽ പഴങ്കഞ്ഞിയാണ് ഉച്ചയ്ക്കൊക്കെ കഴിക്കാറ്. അപ്പം അത് നല്ല ടേസ്റ്റ് ആണെന്നും എന്റെ അമ്മ പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വീട്ടിൽ തന്നെ നമുക്ക് പഴങ്കഞ്ഞി ഉണ്ടാക്കി നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? കാന്താരി മുളക് ചമ്മന്തി പഴഞ്ഞിയുടെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം കാന്താരി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുളിയും ഒത്തിരി എടുത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇടികല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് ഇടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മൾ തലേന്നത്തുള്ള പഴഞ്ഞി പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിക്കും ചോറ് കോരി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മോര് ഒഴിച്ചു കൂട്ടാനാണ് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ ഉടച്ച മരിച്ചിനിയും സൈഡിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച കാന്താരി ചമ്മന്തിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ പിന്നെ അച്ചാറും കൂടെ ഉള്ളതുകൊണ്ട് അതും കൂടെ വെച്ചു. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കാൻ പോണത്. എൻ്റെ അനിയത്തിക്കും അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അനിയത്തിക്കും അടിപൊളിയായിട്ട് തന്നെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഇന്നലത്തെ ചോറാണ് ആ പഴങ്കഞ്ഞിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ കുഴയ്ക്കുന്നുണ്ട്, മിക്സ് ആക്കുന്നുണ്ട്. അതിനുശേഷം വരവുന്നുണ്ട്. പിന്നെ അടുത്ത മരിച്ചിനിയും കൂടെ ഇട്ട് വരവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ നമ്മളുടെ ഈ ഒരു കൂട്ടും കൂടെ നമ്മൾ ചേർത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. വൈബ് ടേസ്റ്റാണ് ഗ്യാസ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നലത്തെ ചോറ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പുളിയും ഉപ്പും മുളകും ഒക്കെ ഉണ്ട് ഇതില്. സെറ്റാണ് ഗ്യാസ്, നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ